ചാലക്കുടി മണ്ഡലത്തെ കാലങ്ങളായി പ്രതിനിധീകരിച്ച ഇടത് വലത് മുന്നണികൾ അകറ്റി നിർത്തിയ വികസനത്തെ നടപ്പിലാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ. വന്യമൃഗശല്യം മണ്ഡലത്തിലെ പ്രധാന വിഷയമാണ്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടതെന്നും KA ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം BDJS-ന്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്രിക സമർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വളരെ ഉഷാറായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഒരു പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ മുതൽ നമ്മുടെ കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ്. 5-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ്. NDA നേതാക്കന്മാരും പ്രവർത്തകരെല്ലാം തന്നെ വലിയ ഉഷാറിലാണ്. കാരണം വലിയൊരു മാറ്റം മണ്ഡലം ആഗ്രഹിക്കുന്നുണ്ട്. അത് ചാലക്കുടിയിൽ മാത്രമല്ല, കേരളം മുഴുവൻ ആ മാറ്റം നരേന്ദ്രമോദിക്ക് അനുകൂലമായൊരു മാറ്റം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് ചാലക്കുടി മണ്ഡലത്തിലും പ്രകടമാണ്. എല്ലാവരിലും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം, മോദിക്കൊരു വോട്ട് എന്നുള്ളത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു ആവേശം നമ്മുടെ പ്രവർത്തകരിലുണ്ട്, ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു NDAക്ക് അനുകൂലമായിട്ടുള്ള ഘടകമായിട്ട് ഉയർത്തി കാണിക്കുന്നത്? ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി MP-മാരായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ചാലക്കുടി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്തുന്ന ഒരു വികസനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. നിലവിലുണ്ടായിരുന്ന വ്യവസായങ്ങൾ മുഴുവൻ അടഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അടയ്ക്കുന്ന സ്ഥിതിയിലേക്കാണ് ഈ ഭരണകാലഘട്ടം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒട്ടനവധി വികസനത്തിന് സാധ്യതയുള്ള ആ മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷമോ വലതുപക്ഷമോ ജയിച്ചു വന്നവരാരും തന്നെ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജയിച്ചു വന്നാൽ ചാലക്കുടിയെ ഒരു ഐക്കണാണ് കേരളത്തെ സംബന്ധിച്ച്. മധ്യ കേരളത്തിൽ പെടുന്നൊരു മണ്ഡലം എന്നുള്ള നിലയിൽ വലിയ മാറ്റങ്ങളും വലിയ വികസനങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരാണ്. അതിലൊരു സംശയം ആർക്കുമില്ല. അതുകൊണ്ട് വലിയ മാറ്റം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും വികസന കുതിപ്പ് തന്നെ ഒരു അഴിമതിരഹിത അതിവേഗ വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ ചാലക്കുടി മണ്ഡലത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ എറണാകുളത്തിനോട് അതിർത്തി പങ്കിടുന്നതും തൃശ്ശൂരിൻ്റെ മേഖലകളിൽ, കിഴക്കൻ മേഖലകളിലെല്ലാം വലിയ വന്യമൃഗ ശല്യമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുക? ഈച്ചാൽ ഇപ്പോൾ നമ്മളൊരു സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ വന്യമൃഗ ശല്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടി കാടിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭൗതികമായ കാര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് മൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങാത്ത രീതിയിലേക്കുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വനത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലായാലും അപകടം വന്നതിന് ശേഷം മാത്രം ചിന്തിക്കുന്ന ഭരണാധികാരികൾ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും വനത്തിനുള്ളിൽ തന്നെ നമുക്ക് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനും സാധ്യമാകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ അഡ്വാൻസായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി. ഏതായാലും വലിയ വിജയ ആശംസകൾ നൽകുന്നു.